ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വറുക്കാത്ത റവ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 മുട്ടയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഈ മിക്സ് നമുക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. എനിക്കിതിൽ വെള്ളത്തിൻ്റെ അളവ് ഇച്ചിരി കൂടുതലാണ്. മുട്ട ഇച്ചിരി വലിയ മുട്ടയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഇച്ചിരി കൂടി മൈദപ്പൊടി ചേർത്തിട്ട് ഈ ഒരു രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ രീതിയിലുള്ള ഡോയാണ് കേട്ടോ വേണ്ടത്. ഞാനിത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ രീതി നമുക്കൊന്നിത് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. ഇനി നമുക്കിതിൽ നിന്ന് ഓരോ പീസും എടുത്തിട്ട് അതിനെ ഒന്ന് 2 വെട്ടിട്ട് കൊടുക്കാം. 2 കഷ്ണമായിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. മുറിഞ്ഞ് 2 പീസായി പോവരുത്. ചെറിയൊരു മുറിച്ച് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാനേ പാടുള്ളൂ. ഇതാ ഈ രീതിയിലൊന്ന് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ചൂടായ ഓയിലിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിം ആയിരിക്കണം. തീ ഒട്ടും കൂട്ടി വെക്കരുത്. ഇതിൻ്റെ ഉൾഭാഗം വേഗമില്ല, അതുകൊണ്ടാണ്. ഇനി നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ വെട്ടുകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പം വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ.